നവാമുകുന്ദ സ്കൂളിൽ ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിക്കാൻ തീരുമാനം ഖേദം പ്രകടിപ്പിച്ച സ്കൂളുകൾ നൽകിയ കത്ത് പരിഗണിച്ചാണ് വിലക്ക് നീക്കാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. അവിടെ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സംബന്ധിച്ച ചില തർക്കങ്ങളും വിവാദങ്ങളും അതിൻ്റെ തുടർച്ചയിൽ കോതമംഗലം മാർബേസിൽ സ്കൂളിനും അതോടൊപ്പം തന്നെ തിരുനാവായ നവാമുകുന്ദ സ്കൂളിനുമെതിരായി സ്വീകരിച്ചിട്ടുള്ള നടപടി പിൻവലിക്കണമെന്നാണ് സാർ എനിക്ക് സബ്മിഷനിലൂടെ ആവശ്യപ്പെടാനുള്ളത്. ഇക്കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കായികമേളയിലെ സമാപന ചടങ്ങിനിടെയുണ്ടായ പ്രതിഷേധത്തിന്റെ പേരിൽ തിരുനാവായ നവാമുകുന്ദ കോതമംഗലം മാർബേസിൽ സ്കൂളുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്കാണ് പിൻവലിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. പ്രതിഷേധത്തിൽ ഖേദം പ്രകടിപ്പിച്ച സ്കൂളുകൾ നൽകിയ കത്ത് അംഗീകരിച്ച് വിലക്ക് പിൻവലിക്കാൻ തീരുമാനിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി മന്ത്രിസഭയെ അറിയിച്ചു. ഈ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് രണ്ട് സ്കൂളിന്റെയും മാനേജ്മെന്റ് കത്ത് നൽകിയിട്ടുണ്ട് സാർ. മേലിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കാമെന്നും ആ കത്തിൽ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുകയും ദേശീയ മത്സരത്തിലടക്കം പങ്കെടുക്കേണ്ട കായിക വിദ്യാർത്ഥികൾക്ക് ദോഷകരമായി ബാധിക്കുന്ന ഒരു നടപടി ഉണ്ടാകാൻ പാടില്ലെന്നുള്ള നിലയിൽ നിർദ്ദേശം നൽകുകയും ചെയ്തു. കൂടാതെ ബഹുമാനപ്പെട്ട സ്പീക്കർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട അംഗങ്ങളായ ശ്രീ ആന്റണി ജോൺ, ശ്രീ കുറുക്കോളി മൊയ്തീൻ, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി എന്നിവരും KSTA, PGTA, DYFI, SFI, KSU എന്നീ സംഘടനകളും കുട്ടികളുടെ ഭാവി ബാധിക്കാത്ത നിലയിൽ ഉള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് എന്നോട് രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ 2025-26 നടക്കുന്ന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കുന്നതിൽ വിലക്ക് ഘടിപ്പിച്ചുകൊണ്ട് 2025 ജനുവരി മാസം 2 പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഇറക്കിയ ഉത്തരവ് പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഒരാഴ്ചക്കകം ഇറങ്ങുന്നതാണ്. എന്നാൽ അധ്യാപകർക്കെതിരായ നടപടി തുടരുമെന്നും ആന്റണി ജോൺ MLA ഉന്നയിച്ച സബ്മിഷൻ മറുപടിയിൽ മന്ത്രി വ്യക്തമാക്കി. മേലിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കാമെന്ന് കത്തിൽ സ്കൂളുകൾ വ്യക്തമാക്കിയിരുന്നു. ദേശീയ മത്സരങ്ങളിൽ അടക്കം പങ്കെടുക്കേണ്ട താരങ്ങളുടെ ഭാവിക്ക് ദോഷകരമായി ബാധിക്കുന്ന തീരുമാനം ഉണ്ടാകരുതെന്ന് വിഷയത്തിൽ ഇടപെട്ട മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതായും മന്ത്രി ശിവൻകുട്ടി സഭയെ അറിയിച്ചു. വിഷയത്തിൽ സ്പീക്കർ, പ്രതിപക്ഷ നേതാവ്, കായിക വകുപ്പ് മന്ത്രി ആന്റണി ജോൺ MLA, കുറുക്കോളി മൊയ്തീൻ MLA, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP എന്നിവരും അധ്യാപക വിദ്യാർത്ഥി സംഘടനകളും കുട്ടികളെ ഭാവി തകർക്കുന്ന നടപടിയിൽ നിന്ന് പിന്മാറണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇവയെല്ലാം പരിഗണിച്ചാണ് വിലക്ക് നീക്കിയത്. ഒരാഴ്ചക്കകം ഉത്തരവ് പുറത്തിറങ്ങുമെന്ന് മന്ത്രി സഭയെ അറിയിച്ചു. നവംബർ 8 മുതൽ 11 വരെ എറണാകുളത്ത് വെച്ച് ഒളിമ്പിക്സ് മാതൃകയിൽ നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങിലാണ് സ്കൂളുകൾ പ്രതിഷേധിച്ചത്. കുട്ടികളുടെ വിലക്ക് നീക്കിയെങ്കിലും അധ്യാപകരുടെ വീഴ്ച പരിശോധിക്കാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കേരള വിഷൻ, തിരുവനന്തപുരം.